ഗൈസ് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്, ഡേ 2. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകും എവിടെയെങ്കിലും. എന്നിട്ട് പിന്നെ ഇന്നലെ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ പോകും. ഫോർട്ട് കൊച്ചി അവിടെ എവിടെയെങ്കിലും. പേണിച്ചതേ ഉള്ളൂ. ഇതിട്ടാണ് ഗൈസ്. ഇത് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നു. നമ്മളെ നബീൽ, എൻ്റെ ഫ്രണ്ടുണ്ട് നബീൽ, അവ ഇവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. വർക്കലുള്ളതാണ്. അവ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. നമ്മൾ ഇറങ്ങാൻ പോകുന്നു. ഒടുക്കത്തെ മഴ ഇവിടെയൊക്കെ. ഹായ്, നമ്മളിന്ന് രണ്ടാമത്തെ ദിവസമാണ് കൊച്ചിയിൽ. ഇന്ന് നമ്മളിവിടെ നിൽക്കുന്ന വൈപ്പിനിലാണ്. വൈപ്പിൽ നിന്ന് മറ്റേ ജങ്കാറിൽ കയറിയിട്ട് ഫോർട്ട് കൊച്ചി പോകാൻ വേണം. ഫോർട്ട് കൊച്ചിയിൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ, നബീലാവൻ വരും. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് 50 രൂപയാണ് ഒരു കാറിന്. 30 എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പം 50. നമ്മൾ ക്യൂവിൽ പകുതി എത്തിയപ്പം അത് തീർന്ന് അടുത്ത ജങ്കാർ വരുമെന്ന് പറയുന്ന കേട്ട്. ഇതാണ് മറ്റേ അതിൻ്റെ ജട്ടി, പോർട്ട് പോലത്തെ സ്ഥലം. ഞങ്ങളുടെ കുറച്ച് വീഡിയോ കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ആദ്യം ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഒരു കാറിന് 50 രൂപ. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വണ്ടി വരുമ്പോൾ ആ ടിക്കറ്റ് കൊടുത്താൽ മതി. ഒരു നേരത്തെ വന്നത് അവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ആ കാണുന്നതാണ് ജങ്കാർ. അത് അടുത്തത് വരുന്നുണ്ട്. ഇതിലുള്ള ആൾക്കാരെ ഇറക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് കയറും. ഈ സാധനം വന്നിട്ട് ഇതിൽ നിന്ന് ആളിറങ്ങിയിട്ടാണ് നമ്മൾ വണ്ടി കയറുന്നത്. ക്യൂവിൽ കിടപ്പുണ്ട് വണ്ടി ആക്ച്വലി ഇവിടെ എല്ലാത്തിൻ്റെ മുന്നിലൊരു ക്യൂ ആണ്. ആ ക്യൂവിൽ വന്ന് കിടന്നിട്ട് ഒരാൾ പോയി ടിക്കറ്റ് എടുത്ത് അതിവിടെ കൊടുത്താലും മതി. അങ്ങനെയാണ്. ഇതെല്ലാം ഇറങ്ങിപ്പോയിട്ട് വരും. എനിക്കൊന്നും അവിടെയാണെന്ന് തോന്നുന്നത് ഓടിക്കുന്ന ആളിരിക്കുന്നത്. കൊള്ളാം കേട്ടോ, ഭയങ്കര നൈസ് സെറ്റപ്പാണ്. ആൾക്കാർക്ക് ഫ്രീ ആണോ? ഓ, നമുക്കിത് നടന്നു കയറാം. സാജൻ ആ വന്നോളൂ വണ്ടി. അപ്പോൾ ഇതിൽ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് ഇവിടെ. നമ്മളെ വണ്ടി വരുന്നു. ഈ ഗ്യാപ്പിൽ കയറ്റുമായിരിക്കും. ഞാൻ കയറുന്നില്ല. കയറാൻ കുഴപ്പമില്ല. വേണം കയറാം. അപ്പോൾ ഇനി അവിടെ എത്താറാകുമ്പോൾ കാണാം. ഗൈസിൽ നിന്നാണ് നല്ല ഇളക്കമുണ്ട്. അങ്ങനെ ഇവിടെ ചെന്നങ്ങ് മുട്ടും. ചെന്നങ്ങനെ ഡോക്കാവും. നിർത്തി.
ഒടുക്കത്തെ ഇളക്കോടാ അതിന്. കൊള്ളാം. ശേഷം നമ്മൾ നബീലിനെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. കൊച്ചിയിലുള്ള നബീലെത്തി. ഇതായിരുന്നു ഓടി വരുന്നാണ്ട. അതെ അതെ അതെ, നബീലെത്തി. നബീലെ തല കാണിയില്. ഇന്നും ഇവന് മന്തി തിന്നണമെന്ന് പറഞ്ഞ് അങ്ങനെ മന്തി തിന്നാൻ ഇവിടെ വന്നേക്കാണ്. നബീലെ ചിരിയടാ, നാണക്കേടൊന്നുമില്ല, നീ ചിരിച്ചോ. കടയുടെ പേര് ഗൈസ്, ഇതാണ് സ്ഥലം, അറേബ്യൻ പാലസ്. ഇത് ഫോർട്ട് കൊച്ചി ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ളതാണ്. ഇവിടെ എങ്ങനെയുണ്ട് കൊള്ളാമോ എന്ന് പറയാം. എന്നും ഇപ്പം ഇത് തന്നെ കഴിക്കുന്ന ഇമാർക്ക് വേറെ ഒന്നും ഇറങ്ങൂല. മന്തി ഷവായി അതൊക്കെ ഇറങ്ങും. നമുക്ക് മന്തി ഇറങ്ങും എവിടെ പോയാലും, അതുകൊണ്ട് മന്തി പറഞ്ഞ വേറെ റെസ്റ്റോറൻ്റ് ആയിരുന്നു, അത് ഇവിടെ നല്ല ദൂരം. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ നമ്മളൊന്നും കഴിച്ചില്ല. നമ്മൾ മന്തി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും പറയുന്ന കണക്ക് മന്തി. ഗൈസ്, മന്തി വന്ന് ഇതാണ്. ഓ, എനിക്ക് 2 പീസ്. നമ്മൾ വന്ന ഉടനെ തീരുകയും ചെയ്തു. അപ്പം ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടറാ? എങ്ങനെ കൊള്ളാം, തരക്കേടില്ല. ഞാൻ കഴിച്ചു കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് ഇറങ്ങി കഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് എവിടെയെങ്കിലും പോകണം. അടുത്ത് നമ്മൾ മഴയാണ്, എന്നാലും നമ്മൾ ചിലപ്പോൾ ജൂ ടൗണിൽ പോകും. ജൂ ടൗൺ. അപ്പം നബീലെവിടെ? ഗൈസ്, നമ്മളിവിടെ ജൂ ടൗൺ എത്തി. ഇവിടെ ഫ്രണ്ടിലൊരു പാർക്കിംഗ് ഉണ്ട്. ഒരുപാട് വണ്ടിയൊന്നും ഇവിടെ സ്ഥലമില്ല. അവിടെ 30 രൂപ കൊടുക്കണം. അതാണ്, അത്രേ ഉള്ളൂ. ഇതാണ് സ്ഥലം. ഇവിടെ നിറച്ച് കടകളാണ്. വേറെ ഇവിടെ കടയിലടാ മൊത്തം, വേറൊന്നും ഇല്ലല്ലോ. കടയല്ലേ മൊത്തം. അപ്പൊ ഇതെല്ലാം ജ്യൂസാണ് നടത്തുന്നത്. ഇതൊക്കെ ജ്യൂസുകാർ നടത്തിയിട്ട് ഇവിടെ കൊടുത്തിട്ട് പോയാണ്. ഓ, ജൂ ടൗൺ റോഡ് അങ്ങനെ ആയിരിക്കും. അല്ല, ആയിരിക്കും. ഇതിലെ മറ്റേ ഇതൊക്കെ നൈസല്ലേ. കൊള്ളാം. മഴയുണ്ടെന്നേ ഉള്ളൂ. പറയടാ. നോട്ട് ഒച്ചയാക്കും, പക്ഷെ പൈസ കൊടുക്കണം. പക്ഷെ ഇതിൽ ഇവിടെ ജ്യൂസിനെ മാത്രം കാണുന്നില്ല. ജ്യൂസിനെ കാണത്തില്ല. കാരണം എന്നറിയാമോ? ഒരു 2 ലീസിന് കൊടുത്തിട്ട് പോയി തന്നെയല്ലേ? ഓ, അങ്ങനെ ആയിരിക്കൂലേ. എല്ലാം ലീസായിരിക്കും. ഇതിനകത്ത് കയറിയിട്ട് വേടാ. ഓ, ഇത് ബാറാണ് കേട്ടോ. വേണ്ട ഗൈസ്, നമ്മൾ സേ നോ ടു ആൽക്കഹോളാണ്. ഗൈസ്, ചുണ്ടൻ വെള്ളം. ചുണ്ടൻ വെള്ളം അല്ലേ? എന്തോ ഹെറിറ്റേജ്, അങ്ങനെ ആ ഹെറിറ്റേജ് വാല്യൂ ഉള്ള ബിൽഡിങ്ങുകളാണ്. അതെ അതെ, ബിൽഡിംഗ് ഒക്കെ. ഗൈസ്, ഫോട്ടോ എടുക്കാൻ ഇവിടെ എല്ലാവരും. ഗൈസ്, ഇവിടെ ഒരാളുടെ ഇത് കണ്ട്. ഇതൊരാൾ ഒരു ജെന്യൂൻ ഷോപ്പാന്ന് തോന്നുന്നു. കണ്ട മറ്റേ ഇസ്രായേലിൻ്റെ എന്തോ സെറ്റപ്പ് ഒക്കെ സ്പെഷ്യൽ ഐറ്റം. ഓ, ഇത് കൊള്ളാടാ. ഓ, ഭയങ്കര നൈസടാ ഇത്. ഈ അല്ലടാ, നീ അകം നോക്കടാ. ചിപ്സൊക്കെ വെച്ചേക്കുന്ന തടിയൊക്കെ. ചിപ്സ്
എത്ര ഫോട്ടോ എടുത്താലും മതിയാവാത്ത വധൂരി. നിനക്കും വേണോ? ഓ ഗൈസ്, ഈ അകത്തോട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര നൈസാണ് കേട്ടോ. ഇത് തീർന്നെന്ന് തോന്നുന്നു. ഇതെന്തോ ഒരു മണിയല്ല, ഇന്നെന്തോ ക്ലോക്ക് ടവർ പോലത്തെ. ഓ ഇത് നൈസ്, ഇത് കൊള്ളാം. കഴിഞ്ഞു. ഓ ഇതാണ് സിനഗോഗ്. നമ്മൾ സിനഗോഗിൻ്റെ ഉള്ളിൽ കയറി. 10 രൂപയാണ് ഒരാൾക്ക് ഇവിടെ കയറാൻ ഫീസ്. ഓ ഇത് കൊള്ളാം കേട്ടോ ഈ വോള്. ഇവിടെ ഊരിയിട്ട് ചെരുപ്പ്. എടാ ഇപ്പം നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കാം. ജൂതന്മാർ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്, പ്രാർത്ഥനാലയം എന്നാണ് പറഞ്ഞത്. ഭയങ്കര കളർഫുള്ളാണ്. ഈ തറയിൽ എന്തോ സെറ്റപ്പ് ടൈലാണ് ഇട്ടേക്കുന്നത്. ഇതിനകത്ത് ചവിട്ടി പിടിക്കുക എന്ന് വെച്ചാൽ എന്തോ സാധനം വെച്ച് കുട്ടികൾ കുടയും കൊണ്ട് കയറിയപ്പോൾ കുത്തരുതെന്നൊക്കെ അവർ പറയുന്ന കേട്ടോ. എന്തോ എനിക്കൊന്നത് മാഞ്ഞു പോകുന്നു, പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചായിരിക്കും. ഈ ഫാനൊക്കെ കണ്ടില്ലേ, ഭയങ്കര പഴയ ഫാനാണ്. എൻ്റെ പുറത്ത് ഇവിടെ വേറൊരു സംഭവം, പക്ഷെ ഇവിടെ നമുക്ക് കയറാൻ പറ്റൂല. വാ ഗൈസ്, ഒരു ടീമിൽ ആൾക്കാർ നടന്നത്. നീ എടുക്കേണ്ടത് ഗൈസ്. അടുത്തൊരു ജൂ ഷോപ്പ് കണ്ട്, ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. ഇവരുടെ സിമ്പിളൊക്കെ ഉണ്ട്. സ്ട്രീറ്റ് ഫുള്ള് ഭയങ്കര നൈസാണ് കാണാൻ. കുറേ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അടുത്തൊരു സ്ഥലം മട്ടാഞ്ചേരി പാലസ്. ഇവിടെ വന്നേക്കാണ്. ഇവിടെ ടിക്കറ്റ് ഉണ്ടോ എന്തോ. അടുത്തൊരു അല്ലടാ, അത് പാർക്കിംഗ് ആണ്. അങ്കിളിന് ടിക്കറ്റ് പോലും മറ്റേ ഇതുപോലെ തന്നില്ല. ഗൂഗിൾ പേ ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടാതെന്ന് പറഞ്ഞൊരു കോഡ് എടുത്ത്. അങ്കിളിന് ഗൂഗിൾ പേ ആണ് ഇൻട്രസ്റ്റ് കൂടുതൽ, അതാകുമ്പോൾ അക്കൗണ്ടിൽ വരുമല്ലോ. ഒന്നും വേണ്ട, ഞാനല്ലേ ഇവിടെ നിൽക്കുന്നതെന്ന്. വണ്ടി എവിടെ അമ്പലത്തിനകത്ത് പാർക്ക് ചെയ്തോന്ന്. ഇരുന്ന് പോകണമെന്ന് തോന്നുന്നു. കിടക്കുന്നതല്ലെന്നാണ് പറഞ്ഞത്. വയ്യാത്ത ആളിനെ കൂടെ ചാരി ഇരുത്തുന്നില്ല, ആ ഒരു സീനില്ല. ഇത് അല്ലാണ്ട് ഉള്ള ഒരു പല്ലക്കട. ഇത് അത് തന്നെ, ഇതിൽ കൊച്ചു കുട്ടികളോട് പല്ലതാണ് ഉറപ്പാണ്. സൈസ് നോക്കിയാണ് നോർമൽ സൈസ്. നമ്മൾ പാലസിന്റെ അകത്താണ്. ഇതിനകത്ത് ഞാൻ മറ്റേ പത്മനാഭപുരം പാലസ് ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇത് ബാൽക്കണിയാണ് കേട്ടോ ഇവിടുത്തെ. സ്റ്റാമ്പാണ് പണ്ടത്തെ കൊച്ചിയുടെ കോയിൻസ്. ഓ ഒറിജിനൽ കോയിൻ ഉണ്ടല്ലേ, കണ്ടില്ലേ? കിളിവാല. നൈസ് കേട്ടാ.
ഭയങ്കര നൈസ്. ഇത് മറ്റേ ആൾക്കാരെ എടുത്തോണ്ട് പോണല്ലേ? ഇതിനകത്ത് ആര് ഇത് കുന്തമാണെന്ന് തോന്നുന്നു. എടാ കുന്തമാണെന്ന് തോന്നുന്നു. ഇരുമ്പ് വാൾ. ഓ ഉറുമിയാ? സുറുമിന്ന് വല്ലതും ആയിരിക്കും. അയൺ സ്പിയർ. എടാ ഇത് കുന്തം. ഈ തൂവല് വെച്ചോളൂ. ഇത് അന്നത്തെ പ്രാവിന്റെ തൂവലാണെന്ന് തോന്നുന്നു. അതൊക്കെ ചുമ്മാ ഇത് കോഴി രാജാവിൻ്റെ ഡ്രസ്. ഇത് രാജാവിൻ്റെ എന്തോ ഡ്രസ്സാണ്. ഇത് കൊള്ളാം കേട്ടോ. ഇത് ഗൈസ് നമ്മൾ പാലസിൽ നിന്ന് ഇറങ്ങി. പാലസ് അത്രേ ഉള്ളൂ. അവിടെ വീഡിയോ അധികം എടുക്കും. ഗൈസ് ഇതൊരു ബോട്ടൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. എടാ ബോട്ടിംഗ് സെൻറ്റർ ഒന്ന്. ബോട്ടിംഗ് സെൻറ്റർ അതല്ല ഇവിടെ. അതെന്താണ് ഇത്? ഓ എനിക്ക് മഴയത്ത് ബോട്ടിംഗ് തീ കുടി. ഒറ്റ മൈൻഡാണ്. ബോട്ടിലൊന്നും പോണ്ട, ചായ കുടിക്കാൻ മതി. ബോട്ടിംഗ് ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മറ്റേ പാലസും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഫോറം മോളിലോട്ട് പോകണം. ചായ കുടിക്കണം. സമയം ജ്യൂസ് 3 മണിയായി. ചായ കുടിക്കാൻ ഗൈസ് നമ്മളിവിടെ ഫോറം മോളെത്തി. നമ്മളിവിടെ നിന്നൊരു സിനിമയും കണ്ടിട്ട് ഇന്ന് തിരിച്ചു പോകും. അപ്പം അത്രേ ഉള്ളൂ. നമ്മളപ്പം ഇപ്പം ഇനി അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.